പൃഷ്ഠായ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പശ്ചാത്യാദേശധാരിണി ജയോ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ വായിക്കാൻ പറ്റിയതെങ്കിലൊക്കെ എടുത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം ജയോ രാധാ ശ്യാമ സുന്ദരാധ ശ്യാമ സുന്ദരാധേ ജയോ ഗൗരനിതായ് 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 ജയോ ഗൗരനിതായ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ ഗുരുദേവ് 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 നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. कृष्ण बलराम की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गौरनिताय की जय, पंचदत्त की जय, षड्वसाविस की जय. जय 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 श्री राधेश. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുമീലിരഞ്ജന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സപ്തകാഞ്ജന ഗൗരാംഗീ രാധേ വൃത്താവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമി. ഉഗ്രം വീര്യം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമി. ഉഗ്രം വീര്യം മഹാവിഷ്ണുജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമി. ശ്രീ ശ്രീ നരസിംഹ ഭഗവാൻ കി ജയ, നരഹരി കി ജയ, പ്രഹ്ലാദ് മഹാരാജ് കി ജയ. ജയ 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 ശ്രീ രാധേശ. ഹരേ കൃഷ്ണ. നമ്മള് ഇവിടുന്ന് ഇവിടം വരെ പോയി, അതെല്ലാം നമുക്കറിയാം അല്ലേ. നമ്മളെ ഏതാണ് ദശകം 19 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രജയദസുകളുടെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഒരു ഓപ്പൺ ഡിസ്കഷൻ വെക്കണം. ഇത്ര വരെ പഠിച്ചില്ലേ, എവിടെയൊക്കെ എന്തൊക്കെ ഏതൊക്കെയാ എങ്ങനെയൊക്കെയാ നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്കഷൻ വെക്കുന്നുണ്ട്. ഈ എങ്ങനെയാ ഓപ്പൺ ഡിസ്കഷൻ എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് എത്ര മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളും ഒന്ന് സ്വയം വിശകലനം ചെയ്യുമെന്നുള്ളതാണ്. സ്വയമായിട്ട് അനലൈസ് ചെയ്യും നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ക്ലാസ് അങ്ങനെ ഓപ്പൺ ഡിസ്കഷൻ വെക്കുക. നാളെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഞാൻ പറയാം, പിന്നെ ഞാൻ മറന്നു പോവും. നാളെ ക്ലാസ് കാണില്ല. നാളെ ഞാൻ ട്രെയിനില്ല, ബോംബെക്ക് പോവുക. ബോംബെ ചെന്നിട്ട് പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ തിങ്കൾ ചൊവ്വ ബുധൻ ക്ലാസ് ഉണ്ടാവും. യാതൊരു വിധ ടെൻഷനും ഇല്ല. നാളത്തേക്ക് മാത്രം എന്നോടൊന്ന് ക്ഷമിക്കണം. ട്രെയിനിലിരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അതുമല്ല 6:30 മണിക്ക് ആ ട്രെയിൻ വരുന്നത്. എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും കേട്ടല്ലോ അല്ലേ. ഹരിബോ ഹരേ കൃഷ്ണ. ആ അത്രയ്ക്ക് ഒരു 4 മാസം മുമ്പിട്ട് ടിക്കറ്റ് എടുത്ത് വെക്കുന്നതല്ലേ, അതൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രണാം മാതാജി. ബുധനാഴ്ച ആവുമ്പോഴേ ഒരു സങ്കടമായി. 3 ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടും? അതിനൊരു കാര്യം ചെയ്യേ, പൈതപ്രഭുവിനോട് എല്ലാ ദിവസവും ക്ലാസ് വെക്കാൻ പറ. ഞാൻ റെഡിയാ. എന്താന്ന് വെച്ചാൽ 8 മണി വലിയ കുഴപ്പമില്ലാത്ത സമയമാണ്, നല്ല സമയം. അതുകൊണ്ടല്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നാരായണീയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാഗവതം തുടങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഭഗവത്ഗീത തുടങ്ങാം. ഭഗവത്ഗീതയുടെയൊക്കെ ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണുള്ളത്. ഈ ഭഗവത്ഗീത ഭഗവാന്
കൃഷ്ണന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എങ്ങനെയാണ് ഉണ്ടായത്, ഈ കുരുക്ഷേത്ര യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിലോട്ട് പോകണം. ആ ഭാരതത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടാണ് ഇതിന്റെ വിത്ത് മുളച്ചു വരുന്നതെന്നുള്ളതാണ്. അതൊക്കെ ആരും പറയാത്ത ഒരു കാര്യമാണ്. എനിക്ക് അതുകൊണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഭഗവത്ഗീത പഠിപ്പിക്കണമെന്നുണ്ട്. നമുക്ക് നാരായണീയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവത്ഗീതയുടെ കൊണ്ട് സ്റ്റാർട്ട് ആക്കാം. ഭഗവാൻ എല്ലാത്തിനും നമ്മളെ അനുഗ്രഹിക്കും. ഹരേകൃഷ്ണ മാതാജി, രാധാംബിയ മാതാജി ഭാഗവതം എടുക്കുന്നുണ്ട്. സൺഡേ പോലും മുടങ്ങാതെ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് 2:30 2 മണിക്കൂർ. ഹരേകൃഷ്ണ. അല്ല, എല്ലാരും എടുക്കട്ടെ, എല്ലാരും എടുക്കുന്നത് നല്ലതല്ലേ. നമുക്ക് എത്ര ക്ലാസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭാഗവതം അല്ല ഞാൻ പറഞ്ഞ, ഭഗവത്ഗീതയുടെ കാര്യം. ഭാഗവതം ഭഗവത്ഗീത എടുക്കണം. അതല്ല, മാതാജി, ഇത് കഴിഞ്ഞാൽ എല്ലാ തീർച്ചയായും ഭഗവത്ഗീത എടുക്കണം. ഭഗവത്ഗീതയുടെ ഉണ്ടല്ലോ ബാക്കിലോട്ട് മാതാജി, ഹരേ കൃഷ്ണ മാതാജി എടുക്കണേ. വളരെ സന്തോഷം മാതാജി എടുക്കുമെന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ. അങ്ങനെ ഒരു ക്ലാസ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് മാതാജി. നമുക്ക് ഒത്തിരി അറിവ് കിട്ടുന്ന കാര്യമല്ലേ. ശ്ലോകങ്ങൾ എല്ലാരും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഈ പറഞ്ഞ പോലെ പുറയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട് മാതാജി. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മാതാജി ക്ലാസ് എടുക്കാൻ. തുടങ്ങാം. അതേപോലെ തന്നെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്സംഗങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടുകളിൽ സത്സംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ അറ്റൻഡ് ചെയ്യണം കേട്ടോ. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇസ്കോണിന്റെ ത്രൂല് സത്സംഗങ്ങൾ ഭാഗവതത്തിൽ ഉടനീളം പറയുന്നുണ്ട് സത്സംഗം 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 എന്ന്. സത്സംഗത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ ഒരു പ്രാധാന്യമുള്ള അറിവാണ്. കണ്ടില്ലേ, സത്സംഗത്തിൽ കൂടിയാണ് നാരദരായെന്നുള്ളത്. നാരദരുടെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. നാരദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തില് അദ്ദേഹം എന്തായിരുന്നു, അതിനു മുമ്പിട്ട് തന്നെ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവനിൽ നിന്നിട്ട് അതെന്നുണ്ടെങ്കിൽ എന്തോ അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ട് ഒരു ശൂദ്ര സ്ത്രീയുടെ ഗർഭത്തില് അദ്ദേഹത്തിനെ ജനിപ്പിച്ചതിന് ശേഷം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാവങ്ങളാ. ഇങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് ജോലി ചെയ്യുമായിരുന്നു. ജോലി ചെയ്തിട്ട് പിന്നെ ഈ കുട്ടിയെ വളർത്തി അവർ ഇതേപോലെ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരൊരു ബ്രാഹ്മണന്റെ വീട്ടില് ജോലിക്ക് കയറി കഴിഞ്ഞ സമയത്ത് എപ്പോഴും കുഞ്ഞിനെ തന്നെ വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കുട്ടിയെ കൂട്ടത്തിൽ കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാതുർമാസ്യം വരും. ചാതുർമാസ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കർക്കിടക മാസം തൊട്ടുള്ള ആ സമയമാണ്. ആ കർക്കിടകത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയല്ലേ. ആ കോരിച്ചൊരിയുന്ന മഴയത്തുണ്ടല്ലോ ഈ സന്യാസികൾക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ സാധുക്കളായിട്ട് മീൻസ് സന്യാസിവരന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അവർ യാത്ര ചെയ്യില്ല. ഈ 4 മാസം ഏതെങ്കിലും ബ്രാഹ്മണരുടെ വീട്ടില് അതേപോലെ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നല്ല സാത്വികരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ വീട്ടിലോ അവർ തങ്ങുമായിരുന്നു. അങ്ങനെ കുറെ സന്യാസി വര്യന്മാരെ വന്നു. ഈ നാരദരല്ല, ആ അമ്മ ജോലി ചെയ്യുന്ന ആ ബ്രാഹ്മണന്റെ വീട്ടിൽ അവർ 4 മാസം തങ്ങി. ആ 4 മാസം തങ്ങിയ സമയത്ത് ഈ കുട്ടിക്കായിരുന്നു അവരെ സേവിക്കാനുള്ള അവസരം കിട്ടിയത്. പൂക്കൾ പറിച്ചുകൊണ്ട് കൊടുക്കുക, പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതേപോലെ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം എടുത്തുകൊണ്ട് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കുട്ടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അവൻ എന്ത് കൊടുത്തിരുന്നു ആ ജോലികളെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണർ എന്തൊക്കെയല്ല ഈ സന്യാസിവരന്മാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി അവൻ നോക്കിക്കണ്ട് പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയം ചാതുർമാസ്യം കഴിഞ്ഞു. ഈ 4 മാസത്തെ സമയം കഴിഞ്ഞു. ആ മാസം കഴിഞ്ഞപ്പോൾ ഇവര് വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങി. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള പാടില്ല എന്നാ പറയുന്നത്. ശുഗമഹർഷി തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പശുവിന്റെ കുളമ്പടി എത്ര സമയത്തേക്ക് കാണും ഒരു കുളമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പൂർവ്വ സമയം ഒരിടത്ത് നിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്, ആ പൃഥ്വിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഭൂമിയിൽ എല്ലാവർക്കും നന്മ വരുവാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അവർ 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്നിട്ട് പുറപ്പെടുന്ന സമയത്ത് നാരദർക്ക് ആ കുട്ടിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീ നിന്റെ അമ്മയ്ക്ക് ഒരേ ഒരു മകനാണ്, നിനക്ക് കുറെ കർമ്മങ്ങൾ ബാക്കിയുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം നീ
സ്വയമായി നിനക്ക് അതിനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് നീയാണെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. എപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും നീ ഭഗവാനെ ഓർത്തിട്ട് നിന്റെ കാര്യങ്ങൾ കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവര് കുട്ടി ഇവിടെ തന്നെ വിട്ടിട്ട് പോവുക ചെയ്യുന്നത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഈ അമ്മ പശുവിനെ കറക്കാൻ പോകുന്ന സമയത്ത് എന്ത് പറ്റി? സർപ്പം ദംശിച്ചു. സർപ്പക്കടിയേറ്റിട്ട് ഈ അമ്മ മരിക്കുന്നു. അമ്മ മരിച്ചപ്പോ ഈ ലോകത്തിൽ ഒരേ ഒരു ബന്ധനം എന്ന് പറഞ്ഞ അമ്മയായിരുന്നു ആ കുട്ടിക്ക് അമ്മയായിരുന്നപ്പോ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ആ വീട് വിട്ടിറങ്ങി നേരെ വടക്കൻ ദിശയിലേക്ക് സഞ്ചരിച്ച് ഒരുപാട് സഞ്ചരിച്ച് ഹിമാലയത്തിൽ വന്നിട്ട് അവിടെ ഞാൻ ഒരു വൃക്ഷച്ചോട്ടിൽ ഇരുന്നിട്ട് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. ഭഗവാനെ ഭജിച്ച് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഭഗവാന്റെ ഒരു അശരീരി കേൾക്കുന്നു എന്നുള്ളത് ഒരു ലാഞ്ചനം പോലെ വിഷ്ണു ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ഒരു ലൈറ്റിലൊരു ലാഞ്ചനം പോലെ ഒന്ന് കണ്ടിട്ട് അശരീരി കേൾക്കുന്നു. ഈ ജന്മം നിനക്ക് എന്നെ ദർശിക്കാനുള്ള ആ ഒരു ഇതില്ല. അതുകൊണ്ട് അടുത്ത ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എൻ്റെ ഏറ്റവും വലിയ ഭക്തനായി മാറും. അങ്ങനെ നീ ഈ ജന്മം നിന്റെ ഈ കാലം ശേഷം കഴിയുന്നത് വരെ നീ ഇങ്ങനെ ഭജനത്തിലും പിന്നെ തപസ്സിലും നിന്റെ ദിനചര്യകൾ കഴിച്ചതിന് ശേഷം അടുത്ത ജന്മം നീ എൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നു ഭഗവാന്. അങ്ങനെ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ നാരദർ എന്ത് ചെയ്തു? നാരദര് ഇങ്ങനെ തപശ്ചര്യയിൽ തന്നെ മുഴുകി, വേറെ ഒന്നിലും ഒരു ശ്രദ്ധയില്ല. ഈ ലോകം എന്തൊക്കെ എടുത്തു മറിച്ച് കഴിഞ്ഞാലും അങ്ങനെ ആ കുട്ടിക്ക് യാതൊരുവിധ അനക്കവും ഉണ്ടാവുന്നില്ല. അത് അത്രയ്ക്കും ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് അവന് തപസ്സിൽ മുഴുകി ഇങ്ങനെ ഇരുന്നു. അവന്റെ ശരീരം വിടേണ്ട സമയം വന്നു. ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടൈം എഴുതിയിട്ടുണ്ട്. ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. അതിന് മുമ്പിട്ട് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂയിസൈഡ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ അവർക്ക് ഈ ഭൂമിയിൽ ഇത്ര സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയം തീരുന്നതിന് മുമ്പിട്ട് ശരീരം നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ആ ആത്മാവ് ലോകത്തിൽ അവർ ഒരിക്കലും എടുക്കില്ല എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും ആ ആത്മാവ് എന്താ തടപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ദാഹമുണ്ട്, വിശപ്പുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത് അവര് വിചാരിക്കുകയോ ഞാൻ എന്ത് കഷ്ടമാ ചെയ്തത് എന്നുള്ള ഇത്. ഒരു 80 വയസ്സ് വരെ അതിന് ഈ ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 40ാമത്തെ വയസ്സിൽ അത് ദേഹം നിർബന്ധപൂർവ്വം കളഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 40 വർഷവും ശേഷിക്കുന്ന 40 വർഷവും ഭൂമിയിൽ ഇങ്ങനെ കറങ്ങേണ്ടി വരും എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഗോകർണം ചെയ്തതുപോലെ സപ്താഹം വെറുതെ നടത്തിയിട്ട് കാര്യമില്ല. അതേപോലെ സപ്താഹമൊക്കെ നടത്തി അങ്ങനെയൊക്കെ ഭഗവാന്റെ നാമങ്ങളിൽ കൂടിയൊക്കെ അവരെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശുദ്ധീകരണം ചെയ്ത് പൃഥ്വിലോകത്തിലേക്ക് അയക്കാൻ പറ്റും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ കലികാലത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നാമസങ്കീർത്തനം എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. മരിക്കുന്ന ആൾക്കാർക്ക് ഭഗവത്ഗീത വായിക്കാൻ പറ്റും. ആ വീട്ടില് നാമസങ്കീർത്തനങ്ങൾ ചെല്ലുക, അങ്ങനെയൊക്കെയുള്ള എല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ നല്ല ഒരു ഗതിയാക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ജബർദസ്തി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഒരുപാട് ദുഃഖിക്കുന്നു. ആ ആത്മാക്കൾ കിടന്ന് എരിപൊരി കൊള്ളുമെന്ന അന്നേരം അവര് വിചാരിക്കുന്നു എന്നുള്ളത്. മറ്റു കാര്യമില്ലല്ലോ. അങ്ങനെ ഓരോരോ സന്ദർഭങ്ങളിൽ പിന്നെ അടുത്ത ജന്മം എടുത്തിട്ട് നാരദരായി. നാരദർ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും പരമഭക്തന് നാരദർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണ എന്നുള്ളൊരു നാമമല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എന്താ അദ്ദേഹത്തിന് ഏത് ലോകത്തും എപ്പോഴും ആരുടെ അടുത്തും അസുരന്മാരായിക്കോട്ടെ ദേവന്മാരായിക്കോട്ടെ ഏത് വൈകുണ്ഠമായിക്കോട്ടെ ഏത് ലോകത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റും. യാതൊരുവിധ ആരും അദ്ദേഹത്തിന് തടസ്സം പറയില്ല. എന്തുകൊണ്ടാ? എപ്പോഴും നാവിൽ നിന്ന് വീഴുന്നത് എന്താണ്? നാരായണ നാമം മാത്രം. അതാ ഭഗവാന്റെ നാമം ആരിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ടോ അവർക്ക് യാതൊരുവിധ തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഈ ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ കണ്ണന്റെ നാമം, നാരായണന്റെ നാമം, ഈ നാരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകളാണ്, മൊത്തം ഭഗവാന്റെ ലീലകൾ. ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ ലീലകളല്ലേ. ആ ഭാഗവതം തന്നെയല്ലേ നാരായണിയും. ആ നാരായണീയത്തിലെ ഓരോരോ കഥകളും എത്ര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഈ തന്നെ ഈ പ്രജേതസ്സുകളുടെ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അത്ര നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്.
പ്രജേതസ്സുകളുടെ കഥകളിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പറജീന ബർഗീസ് പ്രജേതസ്സുകളുടെ അച്ഛൻ ഒരുപാട് യാഗങ്ങൾ നടത്തിയ മനുഷ്യനാ. പക്ഷെ ആ യാഗത്തിൽ എപ്പോഴും ഒരു ജീവിയെ കൊല്ലുമായിരുന്നു, ഹിംസിക്കണം. അവര് അങ്ങനെ ഉണ്ട്, അതിന് ഹിംസ നടത്തുമായിരുന്നു. പക്ഷെ നമുക്ക് ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ജീവികളെയും നമുക്ക് കൊല്ലാനുള്ള അധികാരം ഭഗവാൻ തന്നിട്ടില്ല. ഭഗവാൻ കൊടുത്ത ജീവൻ ഭഗവാൻ അതിന്റെ സമയം അവസാനിക്കുന്ന സമയം ഓട്ടോമാറ്റിക് അത് പൊക്കോളും. നമ്മൾ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കള്ളനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടിക്കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ മഹർഷിമാര് വരുന്നു, അവരെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം തരുമെന്ന് പറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കുമെന്ന് പറയുന്നു. അന്നേരം ആ മഹർഷിമാര് പറഞ്ഞു, ശരി ശരി, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം, നീ ഒരു കാര്യം ചെയ്യ. ആ പ്ലാവ്, അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്, ആ പ്ലാവിന് പോയിട്ട് 2 പ്ലാവിലെ പറിച്ചുകൊണ്ട് വരാൻ പറയും. അവൻ എന്തോ ഇത് ഈസി ആണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, നേരെ പോയിട്ട് പ്ലാവിലെ ഈസി ആയിട്ട് പറിച്ചുകൊണ്ട് വരും. ശരി ശരി, നീ ഈസി ആയിട്ട് പ്ലാവിൽ പറിച്ചുകൊണ്ട് വന്നല്ലോ, ഒരു കാര്യം ചെയ്യൂ, നീ ഈ ആ പ്ലാവിൽ ഒട്ടിച്ചു വെക്കൂ എന്ന് പറയും. തിരിച്ച് അതേപോലെ ഏത് സ്ഥലത്ത് നിന്നാ നീ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നീ കൊണ്ടുവെക്കൂ എന്ന് പറയും. അതെങ്ങനെ സംഭവിക്കും? അതങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഞാൻ എങ്ങനെയാണ്? അന്നേരം ആ മഹർഷിമാര് ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയാ പിന്നെ വേറൊരാളുടെ ജീവൻ എടുക്കാൻ പറ്റുന്നത്? നീ അവർക്ക് ജീവൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെയാ ജീവൻ എടുക്കാൻ പറ്റുന്നത്? അങ്ങനെ അവനോട് തിരിച്ചു ചോദിച്ചപ്പോൾ അവന് ബോധോദയം വന്നു എന്നുള്ളത്. ആ ബോധോദയം വന്ന് അവരുടെ ശിഷ്യനായിട്ട് വളരെ ഒരു വലിയ സന്യാസിവരനായിട്ട് അവസാനം അവൻ ഭവിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഏത് കാര്യമായി കഴിഞ്ഞാലും നമുക്ക് അനുഭവിക്കണമെന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല. നമ്മൾ പറയത്തില്ലേ, വിധിയെ തടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല എന്ന് പറയില്ലേ. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ അനുഭവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തോണം, എന്ത് ഞാൻ അനുഭവിക്കുന്നു, എൻ്റെ പൂർവ്വ ജന്മത്തിന്റെ കർമ്മങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലൊരു ദൃഢവിശ്വാസം, നിശ്ചയം എടുക്കണം. എന്താണ് നിശ്ചയം എടുക്കേണ്ടത്? കഴിഞ്ഞ ജന്മങ്ങളിലെ എനിക്കൊന്നും അറിയില്ല, 7 ജന്മങ്ങളിലെ കർമ്മങ്ങളാണ് നമ്മൾ കെട്ടിക്കൊണ്ടാ വരുന്നത്. അത് സഞ്ചിതം എന്നാ പറയുന്നത്, ഒരു സഞ്ചി കൊണ്ടാ വരുന്നത്. ആ സഞ്ചിതം എന്നാ പറയുന്നത് തന്നെ എന്നുള്ളത്. ആ സഞ്ചിയില് കെട്ടിക്കൊണ്ടിരുന്ന കർമ്മങ്ങൾ മൊത്തം നമ്മളിപ്പോ അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതിന്റെ കൂടി ഈ ജന്മം കൂടി കൂടുതൽ കർമ്മങ്ങൾ നമ്മൾ അതിനകത്ത് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കർമ്മത്തിന്റെ ഫലം നമുക്ക് വരില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഭഗവത് സന്നിധിയിലേക്ക് നമുക്ക് പോകാനുള്ള ആ ഒരു അത്ര ഒരു പുണ്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും എന്താവും, അടുത്ത ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രീമത് കുടുംബങ്ങളിൽ നമുക്ക് ജന്മം കിട്ടും. ജന്മം കിട്ടിയിട്ട് ഭഗവാൻ മാത്രമായിട്ടുള്ള ആ രീതിയിൽ വന്ന് അവസാന മുക്തിപ്രദായകൻ മുക്തി നമുക്ക് തരുമെന്നുള്ളത്. അതുകൊണ്ട് അത് മാത്രമല്ലല്ലോ, ഈ ജന്മവും നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയില്ല, കുശുമ്പില്ല. അന്നേരം നമുക്ക് അസൂയയും കുശുമ്പും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ ഒരാൾ കാറ് വാങ്ങിച്ചു, നമുക്ക് അയ്യോ നല്ലതാണല്ലോ, എപ്പോഴെങ്കിലും നമുക്കൂടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു അർജൻസി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ സന്തോഷിക്കണം. വേറെ അസൂയം കുശുമ്പും ഉള്ളതാണെങ്കിൽ എന്താ പറയുന്നത്, കണ്ടില്ലേ അവൻ കാറ് വാങ്ങിച്ചത് എവിടെ നിന്നൊക്കെ കട്ടുകൊണ്ട് വന്നതെന്ന് ആർക്കറിയാൻ പറ്റും? അത് അങ്ങോട്ട് മനസ്സിൽ വെക്കുമ്പോഴും നമുക്ക് തന്നെ എന്താ നമ്മൾ തന്നെ ഒരു ഡൗൺ ആയി പോവുക എന്നുള്ളത്. അതേസമയം സന്തോഷമായിട്ട് പറയുന്നു, കണ്ടില്ലേ, അയ്യോ നല്ല രസമുണ്ട്, കാറിട്ട് നല്ല കളറാണ്. അങ്ങനെ ആ ഒരു വ്യത്യാസം നിങ്ങൾ വരുത്തിയ പോലും ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ആ സന്തോഷം നമുക്ക് തരുന്നതും അല്ലാത്തതിൽ നെഗറ്റീവ് തോട്ട്സും പോസിറ്റീവ് തോട്ട്സുമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടെന്നറിയാമോ? നമ്മൾ അധികം രോഗികളാവില്ല. പോസിറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എനർജി നമുക്കുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളധികം രോഗികളാവില്ല. അഥവാ നമുക്ക് ഒരു അസുഖം വന്നാൽ പോലും അതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് 100%. ഈവൻ ഡോക്ടേഴ്സ് പോലും പറയുന്നുണ്ടല്ലോ. ഡോക്ടേഴ്സ് എന്താ പറയുന്നത്, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു രോഗിയോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞാൽ അവരെന്ത് പറയുന്നത്, നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കൂ, ഈ ഓപ്പറേഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്നാ പറയുന്നത്. ഡോക്ടേഴ്സ് പോലും ഇപ്പം മാറിപ്പോയി എന്നുള്ളതാ. പണ്ടുള്ളതുപോലെ അല്ല ഇപ്പൊ. എല്ലാ ആൾക്കാരും ഭഗവാന്റെ തൃപ്പാദം പിടിക്കാനും മനസ്സിലായി കഴിഞ്ഞു. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കൂടിയാ വരുന്നത്. ഭഗവാന്റെ ഇച്ഛ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താ,
ഭരണാധികാരികളും അതേപോലെ ആവണം. ഭരണാധികാരികൾ നല്ലതായി കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ കണ്ടു വേനന്റെ ആ ഭരണത്തിൽ എന്തായിരുന്നു ചെയ്തത്, പൃഥ്വിദേവി എന്താ ചെയ്തത്, ഭൂമിദേവി എന്താ ചെയ്തത്, ഭൂമിദേവിയിലുള്ളതെല്ലാം ഉള്ളിലേക്ക് വലിച്ചു എന്നുള്ളതായിരുന്നു. വെറും തരിശുഭൂമിയായി പോയി എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഭരണാധികാരികളുടെ ആ ഒരു ഗുണത്തിൽ തന്നെയാണ് പിന്നെ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും നമ്മളല്ല ഇതൊന്നും സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ വന്നു, നമ്മളേതോ ഒരു കുടുംബത്തിൽ ജനിച്ചു, ആ കുടുംബത്തിലെ ഏതായിരുന്നു, നമ്മൾ ഹിന്ദു കുടുംബത്തിലെ ജനിച്ച്, ഹിന്ദു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം കുടുംബം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനി കുടുംബത്തിൽ നമ്മൾ ജനിച്ചു. അതിനനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്തറിയാം? നമുക്ക് എന്തെങ്കിലും അറിയാമോ ഈ ഭൂമി എങ്ങനെ ഉണ്ടായെന്നുള്ളതോ? അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് ഭൂമി റൗണ്ട് എന്ന് പറയുന്നതുണ്ടല്ലോ, നിങ്ങൾ പണ്ടേ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തമൊന്നുമല്ല. നമുക്ക് മുന്നോട്ട് പഠിക്കാനുണ്ട്. നേരത്തെ തന്നെ ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ടെന്നുള്ളത്. ഒന്നും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് അതിനകത്ത് നിന്ന് പഠിച്ച് അതിനകത്ത് നിന്നിട്ടുള്ള തീസസ് എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പുതിയതായിട്ട് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ പേരെടുക്കുവാനെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇല്ലാത്ത കാര്യം ഒന്നുമില്ല. സനാതന ധർമ്മമാണ് നമ്മുടേത്. ആ ധർമ്മത്തിൽ കൂടി നമ്മൾ ജീവിക്കണം. ആ ധർമ്മത്തിൽ കൂടി ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പരമാനന്ദം, ആനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? യമുന തീര വിഹാരി വൃന്ദാവന സഞ്ചാരി, യമുന തീര വിഹാരി വൃന്ദാവന സഞ്ചാരി. എന്താ പിന്നെ? ഗോവർദ്ധന ഗിരിധാരി ഗോപാലകൃഷ്ണ മുരാരി, യമുന തീര വിഹാരി വൃന്ദാവന സഞ്ചാരി, ഗോവർദ്ധന ഗിരിധാരി ഗോപാലകൃഷ്ണ മുരാരി. കൃഷ്ണം വന്ദേ നന്ദകുമാരം, കൃഷ്ണം വന്ദേ നന്ദകുമാരം, രാധാ മാധവ നവനീത ചോരം, രാധാ മാധവ നവനീത ചോരം, രാമം വന്ദേ ദശരഥ ബാലം, രാമ വന്ദേ ദശരഥ ബാലം, സീതാനായക രഘുകുല തിലക, യമുന തീര വിഹാരി ആ വൃന്ദാവന സഞ്ചാരി, കൃഷ്ണം വന്ദേ നന്ദകുമാരം, കൃഷ്ണം വന്ദേ നന്ദകുമാരം. ആ കൃഷ്ണനെ, നമ്മൾ വൃന്ദാവന സഞ്ചാരിയായിട്ടുള്ള കൃഷ്ണനെ, നമ്മൾ യമുന തീര വിഹാരിയായിട്ടുള്ള കൃഷ്ണനെ, അല്ലെങ്കിൽ ഗോവർദ്ധന ഗിരിധാരിയായിട്ടുള്ള കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ നമ്മൾ വന്ദിച്ചുകൊണ്ട് നമ്മുടെ നാരായണീയം നമ്മൾ മുന്നോട്ടെടുക്കുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇന്ന് കണ്ടുമുട്ടി. അല്ലെന്നുണ്ടെങ്കിൽ എവിടെ കാണാനൊക്കെ ഉണ്ടാ, എല്ലാം നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം തന്നെ പ്രാർത്ഥിക്കണം. ഭഗവാനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മംഗളമാക്കി തരണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു, പ്രാചീന ബർഗേഴ്സ് സദദ്രുതയുടെ മക്കളാണ് പ്രജേതസ്സുകളുടെ കല്യാണപ്രായമായി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? പോയി തപസ് ചെയ്യൂ. തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെവിടെയാ വന്നത്? നമ്മുടെ തന്നെ സ്ഥലത്താണ് വന്നേ, കേരളത്തിൽ തന്നെ, ഗോഡ്സ് ഓൺ കൺട്രിയിൽ തന്നെ വന്നേ എന്നുള്ളതാ. വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വരുന്ന പടിഞ്ഞാറേക്കരയിലോട്ട് വന്നപ്പോൾ കടൽക്കരയുടെ അവിടെ ആയിരുന്നെങ്കിൽ നല്ലൊരു സരോവർ കണ്ടു, ആ നല്ലൊരു പൊയ്ക കണ്ടു. പൊയ്കയില് ആരാരുന്നിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്ന രുദ്രഭഗവാൻ തപസ് ചെയ്യുന്നു. അന്നേരം ഭക്തന്മാരെ കണ്ടപ്പോഴത്തേക്ക് രുദ്രഭഗവാന് ഭയങ്കര സന്തോഷമായിട്ട് പ്രജേതസ്സുകളെ വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് തപസ് ചെയ്തോളൂ. എന്നിട്ട് തപസ്സിന് വേണ്ടിയിട്ട് ആ കീർത്തനം പറഞ്ഞു കൊടുത്തു, രുദ്രഗീതവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രുദ്രഗീതം ഭയങ്കര ഫേമസ് ആണെന്നുള്ളതാണ്. അങ്ങനെ 47 ശ്ലോകങ്ങളുണ്ട്. രുദ്രഗീതം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെന്തായി? 10,000 വർഷക്കാലം വെള്ളത്തിനടിയിൽ തപസ് ചെയ്യുക. അവർക്ക് ഒരു ധൃതിയില്ല. ധ്രുവന്റെ കൂട്ടാണെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടണമെന്നില്ല. എന്തുകൊണ്ടായില്ലാത്തതെന്നറിയാമോ? യുഗായുധം നിമിഷേണ ചക്ഷുഷ പ്രാവിശായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദാ വിരവേണമേ. യുഗങ്ങൾ എന്താ? നമുക്ക് നിമിഷങ്ങളെ പോലെ തോന്നും എന്തുണ്ടെങ്കിൽ ഗോവിന്ദന്റെ നാമം ഉണ്ടെങ്കിൽ. അഥവാ ഗോവിന്ദന്റെ നാമം ഇല്ല എന്നുണ്ടെങ്കിലോ ഒരു നിമിഷം നമുക്ക് എന്ത് തോന്നും? യുഗങ്ങളെ പോലെ തോന്നും. അങ്ങനെയാണ് ഈ പ്രജേതസ്സുകൾക്കും 10,000 വർഷക്കാലം 16 സംവത്സരം
കടന്നു പോയത് അവരറിഞ്ഞില്ല. അപ്പൊ അവർക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെടണമെന്നുമില്ല. പക്ഷെ ഭഗവാൻ സ്വയം ചെന്നിട്ട് അവർക്ക് ശംഖചക്ര ഗദാധാരിയായിട്ട് ഭഗവാൻ സ്വയം ചെന്ന് അവർക്ക് പ്രത്യക്ഷമായിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി എന്നുള്ളതാ ഭഗവാൻ സ്വയം. നോക്കൂ, അതാണ് ഭക്തവത്സലന്. ഭഗവാനെ ആര് വിളിക്കുന്നുണ്ടോ അവരെ ഒരിക്കലും ഭഗവാൻ കൈവടിയില്ല. അത് 100% ഗ്യാരണ്ടി ഞാനാ തരുന്നത്. അപ്പൊ ഞാൻ ഗ്യാരണ്ടി തന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ ഗ്യാരണ്ടി ഉണ്ടല്ലോ, ഭഗവാൻ ഒരിക്കലും വെറുതെ ആവാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ തന്നെ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, വ്യാസന്റെ വാക്കുകളും അങ്ങയുടെ വാക്കുകളും വിഫലമാവുകയാണോ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാ. അതുകൊണ്ട് എന്താ, എന്റെ വാദരോഗം ഭേദമാക്കില്ലേ കണ്ണാന്നുള്ള ആ ചോദ്യം വരുന്നു. പക്ഷെ എന്താ, കുറെ നീ ഒന്ന് വരൂ എൻ്റെ അടുത്തോട്ട് എന്നിട്ട് കുറെ നിന്റെ ഈ അഹങ്കാരം ഞാനൊരു പണ്ഡിതനാണെന്നുള്ള ആ ഒരു ഭട്ടതിരിപ്പാടിന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, സംസ്കൃത പണ്ഡിതനാണെന്നുള്ള. അതിന് ആ പാണ്ഡിത്യത്തിന്റെ എല്ലാം തച്ചുടച്ചു കളഞ്ഞു എന്നുള്ളതാ. പൂന്താനം പറയുന്നുണ്ട്, ഭട്ടതിരിപ്പാട് നിന്റെ വിഭക്തിയെക്കാളും എനിക്കിഷ്ടം എന്താ, പൂന്താനത്തിന്റെ ശുദ്ധ ഭക്തിയാ എനിക്കിഷ്ടം എന്നാ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ അവസാന സമയത്ത് എന്തായി, ഭഗവാന് ദർശനം കൊടുക്കുക നാരായണ ഭട്ടതിരിപ്പാട്. ഇതിൽ കൂടുതൽ വലിയ ഭാഗ്യവും വേണമെന്നുള്ളതാണ്. അതാ പറയുന്നത്, നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു പക്വത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ പ്രജേതസ്സുകൾക്ക് ഇവിടെ ദർശനം കൊടുക്കുന്നു. അതാണ് നമ്മൾ ഇന്നലെ വരെ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തത് 5 വരെ പഠിച്ചു. നമുക്കിനി അടുത്തത് പഠിക്കാം. കൃപാബലേനൈവ പുരാ പ്രജേതസാ പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാധിപരായുധാംശുഭീ പൂജാവിരഷ്ടാവിരുദഞ്ജിതേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെ ഭഗവാൻ പ്രത്യക്ഷമാവുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സർവത്ര പറയുന്നത്. അവിടെ ഇരുന്ന് എഴുതി വെച്ചോളൂ നിങ്ങള്. കൃപാബലേനൈവ പുരാ പ്രജേതസാ പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാധിപരായുധാംശുഭീ പൂജാവിരഷ്ടാവിരുദഞ്ജിതേ കൃപാബലേനൈവ പുരാ പ്രജേതസാ പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാധിപരായുധാംശുഭീ പൂജാവിരഷ്ടാവിരുദഞ്ജിതേ കൃപാബലേനൈവ പുരാ പ്രജേതസാ പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാധിപരായുധാംശുഭീ പൂജാവിരഷ്ടാവിരുദഞ്ജിതേ. വായിക്കാമോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃപാബലേനൈവ പുരാ പ്രജേതസാം പ്രകാശമാങ്കാ പദകേന്ദ്രവാഹനാഃ വിരാജി ചക്രാധിപരായുധാംശുഭീർ ഭുജാഭിരിഷ്ടാഭിരുദഞ്ജിതേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ആള് വായിക്കും. പുരപ്രജേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാധിപരായുധാംശുഭീർ പൂജാവിരഷ്ടാഭിരുദഞ്ജിതേ. ഹരേ കൃഷ്ണ മാതാജി. ഹരി ബോൾ. ആരാ വായിച്ചത്? ഹരേ കൃഷ്ണ മാതാജി. സുധാദേവിയാണ്. ഹരേ കൃഷ്ണ മാതാജി. ശരി, വായിക്കൂ. അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജി ചക്രാധിപരായുധാംശുഭീ പൂജാരിരഷ്ടാഭിരുദഞ്ജിതേ സർവസം ഗോവിന്ദ ഗോവിന്ദ. പേരെന്ന് പറയൂ. മീനാകുമാരി, തിരുവനന്തപുരം. തിരുവനന്തപുരം. അടുത്ത ആള് വായിക്കിനി. ഹരേ കൃഷ്ണ. കൃപാബലൈനൈവ പുരാ പ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹനാഃ വിരാജി ചക്രാധിപരായുധാംശുഭീ പൂജാഭിരാഷ്ടാഭിരുചിഞ്ചിതേ. ഹരേ കൃഷ്ണ. പേരെന്ന് പറഞ്ഞേ. ലേഖ. ലേഖ. ഒരു പ്രവചിയുടെ വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന
വിരാജി ചക്രാദിവരായുധാം ശോഭിർ പുജാഫിരഷ്ടാഫിരുദഞ്ചിതത്യുതി സർവത്ര ഹരി ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. കൃപാബലേനേവ പുരപ്രചേതസം, പ്രചേതസ്സുകളോടുള്ള കൃപ കൊണ്ട് ഭഗവാൻ എന്താ പ്രകാശമാക പതകേന്ദ്രവാകന ഗരുഡന്റെ പുറത്ത് ഭഗവാന്റെ ആ പ്രകാശാദി ഇങ്ങനെ വരുവാണ്. എന്നിട്ടോ വിരാജി ചക്രാദി വരാ ശുഭീർ ഭുജാവിരഷ്ടാഭി രുതഞ്ചിത ഗുരിയ, അഷ്ടഭുജങ്ങളോടുകൂടിയ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളത്. ചങ്കശക്ര ഗദാധാരി അങ്ങനെ അങ്ങനെ അഷ്ടഭുജങ്ങൾ 8 ഭുജങ്ങളോടുകൂടി ഈ ഉള്ള ആ രൂപത്തില് ഭഗവാൻ എന്താ ഗരുഡന്റെ പുറത്ത് വന്നിട്ട് എന്താ പ്രജേതസ്സുകളോടുള്ള കൃപ കൊണ്ട് അവിടെ പ്രത്യക്ഷമായി എന്നുള്ളതാണ്. നോക്കൂ, ഭഗവാൻ തന്നെ സ്വയം വരുന്നു എന്നുള്ളതാണ് അവിടെ. അത്രയും പക്ഷെ മറ്റവർക്ക് അങ്ങനെ ഭഗവാൻ അവിടെ വരണമെന്നുള്ള ആ ചിന്തയേ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാ? അവർ ആ ആനന്ദത്തിൽ മുഴുകിയിട്ട് തപസ് ചെയ്യുമായിരുന്നു. വർഷക്കാലം ഉണ്ടെങ്കിൽ അവർ തപസ് ചെയ്യാൻ തയ്യാറായിരുന്നു. ഇനി അടുത്തത് പ്രജേതസാവതയാജതാമവീ ത്വമേവ കാരുണ്യപരാധരാനദാ ഭവദ്വിജിന്ദാ വിശിവായ ദേഹിനാ ഭവദസോ രുദ്രനുദഞ്ച കാമദാ പ്രജേതസാവതയാജതാമവീ ത്വമേവ കാരുണ്യപരാധരാനദാ ഭവദ്വിജിന്ദാ വിശിവായ ദേഹിനാ ഭവദസോ രുദ്രനുദഞ്ച കാമദാ പ്രജേതസാവതയാഞ്ജതാമവീ ത്വമേവ കാരുണ്യപരാധരാനദാ ഭവദ്വിജിന്ദാ വിശിവായ ദേഹിനാ ഭവദസോ രുദ്രനുദിഞ്ച കാമദാ ഭവദസോ രുദ്രനുദിഞ്ച കാമദാ പ്രജേതസാവതയാജതാമവീ ത്വമേവ കാരുണ്യപരാധരാനദാ ഭവദ്വിജിന്ദാവി വിജിന്ദാവി ശിവായ ദേഹിന. ഞാൻ ഈ കൂടുതൽ പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ കൈ പേന ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഭവത് വിജിന്ദാഭി ശിവായ ദേഹിന ഭവദ്സോ രുദ്രനുദിഞ്ച കാമദ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രചേതസം താവതയതതാമപി ത്വമേവ കാരുണ്യഭയാധരാനതാഃ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവദ്സൗ രുദ്രനുദിഞ്ച കാമതാ. ഹരേ കൃഷ്ണ. പേരൂടെ പറഞ്ഞോളൂ. ലേഖമത് ലേഖ. ഹരേ കൃഷ്ണ. പ്രചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യപരാധരാനദാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവദ്സൗ രുദ്രനുദിച്ച കാമദാ. ഹരേ കൃഷ്ണ. പേര് പറ. മീന. മീന. വെരി ഗുഡ്. ഇനി അടുത്തത് ഒരാളൂടെ വായിര്. വായിക്കാത്ത ആൾക്കാർ വായിക്കൂ കേട്ടോ. പേടിക്കണ്ട. പേടിക്കുന്ന എന്തിനാ? ഞാനില്ലേ. വായിച്ചോളൂ. പ്രചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യപരാധരാനദാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവദ്സോ രുദ്രനുദിച്ച കാമദാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പേര് പറയൂ. ശ്രീലത. ശ്രീലത. ഫ്രം എവിടുന്ന? കൊല്ലം. കൊല്ലം. മാതാജി സത്സംഗത്തിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊല്ലത്ത് വന്നു കണ്ടിട്ടുണ്ട്. ഇനി വരാം. നാട്ടിൽ വരുമ്പോ സത്സംഗത്തിന് വരാം കേട്ടോ. ഇനി അടുത്തത് ഒരു പ്രവചനം വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. പ്രചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യപരാധരാനദാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവത്വസോ രുദ്രനുദിശ്ച കാമദാ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ മാതാജി. ട്രിവാൻഡ്രത്തും വരണം കേട്ടോ. കൊല്ലത്ത് എല്ലായിടും വരുന്നുണ്ട്. നിങ്ങൾ വിളിച്ചാൽ മതി. ജനുവരി ഞാൻ അവിടെ കാണും. പിന്നെ ഞാൻ അവിടെ തന്നെ ഉണ്ട് കുറച്ച് നാളത്തേക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിങ്ങളെയൊക്കെ കാണാൻ എനിക്കും ആഗ്രഹമില്ലേ? പ്രചേതസാം താവതയാചതാമപി ത്വമേവ കാരുണ്യപരാനദാ ഭരാധരാനദാ ഭവദ്വിചിന്താപി ശിവായ ദേഹിനാം ഭവദ്സോ രുദ്രനുദിഞ്ച കാമദാ
പ്രജേതസ്സുകൾ ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താ പ്രജേതസ്സുകളുടെ താപത യാചതാമവി ത്വമേവ കാരുണ്യ പരാതുരാനത. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ ഒരുപാട് വരങ്ങളെ അവർക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതാ. പ്രജേതസ്സുകൾ ഒന്നും ചോദിച്ചില്ല, ഇവൻ ഭഗവാൻ വരണമെന്ന് പറഞ്ഞില്ല. എന്നാൽ തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അഷ്ടഭുജങ്ങളോടുകൂടി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ടിട്ട് വരങ്ങൾ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ വേറെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സ്മരണകൾ പോലും വരാൻ അതാ ഭവത് വിചിന്ത അഭി. നിങ്ങളുടെ ചിന്ത പോലും എന്താവും എന്നറിയാമോ? ജനങ്ങൾക്ക് ശ്രേയസ്സിനായി ഭവിക്കട്ടെ. പ്രജേതസ്സുകളെ പറ്റി നമ്മൾ ഓർക്കുകയാണെങ്കിൽ പോലും നമുക്ക് ശ്രേയസ് ഉണ്ടാവും. ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാ. അതേപോലെ ഭവദ്ദസോ രുദ്രൻ ഉദിഞ്ച കാമത, രുദ്രഗീതവും എല്ലാം അവിഷ്ടങ്ങൾ നൽകുന്നതാകട്ടെ എന്നുള്ള അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നു പ്രജേതസ്സുകൾ വിളിച്ചില്ല. ഭഗവാനെ ഇങ്ങനെ തപസ് ചെയ്ത് അവർ ആനന്ദത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ സ്വയം ഭഗവാന്റെ കാരുണ്യത്താല് അവരോടുള്ള കാരുണ്യത്താൽ അവിടെ അഷ്ടഭുജങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ പറയുന്നത് എന്താ? അവർ ചോദിച്ചില്ല, വരങ്ങളൊന്നും ചോദിച്ചില്ല. എന്നിട്ട് കൂടി വരങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്മരണകൾ പോലും ജനങ്ങൾക്ക് അഭിഷ്ടമാകട്ടെ, ജനങ്ങൾക്ക് ശ്രേയസ്സാകട്ടെ. അതേപോലെ രുദ്രഗീതം ഭഗവാൻ ശിവൻ രുദ്രനല്ലേ പറഞ്ഞു കൊടുത്തത്. ആ രുദ്രഗീതങ്ങളും എല്ലാ അഭിഷ്ടങ്ങൾ നൽകുന്നതും ആവട്ടെ എന്നുള്ള ആ ഒരു വരദാനം പ്രജേതസ്സുകൾക്ക് ഭഗവാനുണ്ട്. അതാ പറയുന്നത്, നമുക്ക് എന്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അത് ഭഗവാനെ അറിയാം. ആ ഭഗവാൻ അതിന് നമ്മൾക്ക് തന്നോളും. നമ്മൾ ചോദിക്കുന്ന ചിലപ്പം കുറഞ്ഞു പോയി കഴിഞ്ഞാലോ നമുക്ക് അത് വേണം ഇത് വേണം, ഭഗവാൻ വിചാരിക്കുന്ന അതിലും കൂടുതൽ ഞാൻ നമുക്ക് കൊടുക്കാതിരുന്നു. പക്ഷെ അവൾ ഇത്രേ എന്നോട് ചോദിച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്രേ അങ്ങ് കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അല്ല, നമുക്ക് എന്ത് വേണം എന്നുള്ളത് ഭഗവാനെ അറിയാം. ഭഗവാൻ നമുക്ക് ഒന്ന് മാത്രമേ ഭഗവാനോട് പറയാവൂ, ശുദ്ധ ഭക്തി തരണേ ഭഗവാനേ എന്നുള്ള ആ പ്രാർത്ഥന വേണം. ആ എല്ലാവരുടെയും നന്മ ചെയ്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജീവിക്കാനുള്ള സൗഭാഗ്യം തരണേ ഭഗവാനേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെക്കണം. ബാക്കി എല്ലാം ഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നോണ്ടിരിക്കുകയല്ലേ. ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ആരോഗ്യം ഉണ്ടല്ലോ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറയുന്നത്. ആരോഗ്യം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും എന്ത് പ്രയോജനം? ഒന്നും പ്രയോജനം. വാരി തിന്നാൻ വേണ്ടിയിട്ട് കൈ പൊങ്ങണ്ടേ, ഇല്ലേ? അല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാ കോവിഡിന്റെ സമയത്ത് പൈസ നിങ്ങൾ വാരി എറിഞ്ഞാൽ പോലും ഒരു മനുഷ്യരും എടുക്കില്ലായിരുന്നു. പൈസയുടെ വിലയും നമ്മൾ അവിടെ കണ്ടതാ. എന്നാൽ തന്നെ പൈസ വേണം, വേണ്ടാന്നൊന്നും പറയുന്നില്ല. എന്നാൽ തന്നെ പറയുക അതിന്റെ പുറയിൽ ഇങ്ങനെ മരിച്ചു പോകുന്നത് കൊണ്ട് പറയുക ആ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ആ ഭഗവാൻ ഇപ്പൊ പ്രജേതസ്സുകളെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അനുഗ്രഹിക്കും. നമ്മുടെ ഭക്തി ശുദ്ധമാക്കില്ലേ. അവാപ്യകാന്താന്തനയാമഹീരുകാന്തയാരമദ്യം ദശലക്ഷവത്സരേ സുതോസ്തു ദക്ഷോരനു തർച്ചനാത്യമാം പ്രയാസദേതി നിഹതോ മുദൈവതാൻ. അവാപ്യകാന്താന്തനയാമഹീരുകാന്തയാരമദ്യം ദശലക്ഷവത്സരേ സുതോസ്തു ദക്ഷോരനു തർച്ചനാത്യമാം പ്രയാസദേതി നിഹതോ മുദൈവതാൻ. അവാപ്യകാന്താം തനയാമഹീരുകാ തയാരമദ്യം ദശലക്ഷവത്സരേ സുതോസ്തു ദക്ഷോ നനു തക്ഷണാചമാം പ്രയാസദേതി നികൃതോ മുദൈവതാൻ. പ്രയാസദേതി നികൃതോ മുദൈവതാൻ. അവാപ്യകാന്താൻ തനയാ മഹീരുകാം തയാരമത്യം ദശലക്ഷവത്സരീം സുതോസ്തു ദശോ നനു തർക്ഷണാചമാ പ്രയാസദേതി നികൃതോ മുദൈവതാൻ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അപാപ്യകാന്താം തനയാമഹീരുഹാം തയാ രമത്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാചമാം പ്രയാസേതി നൃഗതോ മുദൈവതാൻ. ഹരേ കൃഷ്ണ. അവാപ്യകാന്താം തനയാമഹീരുഹാം തയാരമദ്ദം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു ദക്ഷണാചമാം പ്രയോസ്ഥിതി നഗതോ മുദൈവതാൻ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അവാപ്യകാന്താം തനയാമഹീരുഹാം തയാരമത്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു ദക്ഷണാചമാം പ്രയാസദേതി നഗതോ മുദൈവതാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ഒരു പ്രവചനം വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവാപ്യകാന്താം ധനയാമഹീരുകാം
തയാ രമത്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ഛമാം പ്രയാസിതേതി നഗതോ മുദൈവതാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഒരു പ്രഭുജിയോട് വായിക്കോ പ്രഭുജി. ഹരേ കൃഷ്ണ. അവാപ്യകാന്താം തനയമഹീരുഹാം തയാ രമത്വം ദശലക്ഷവത്സരേ സുതസ്തു ദക്ഷോ നനു തർഷണാക്ഷമാം പ്രയാസ്യതേതി നൃഗതോ മുദൈവതാൻ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അങ്ങനെ അവാപ്യ കാന്താൻ തന്നയാ മഹീരുഹാം, ഭഗവാൻ അവരോട് പറയുവാണ്, വൃക്ഷങ്ങളുടെ പുത്രിയെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് ലഭിക്കും. എന്നിട്ട് എന്താ, ദശലക്ഷ വത്സരം നിങ്ങൾ സന്തോഷമായിട്ട് 10 ലക്ഷം സംവത്സരം അവർക്ക് സന്തോഷത്തോടുകൂടി ആ വൃക്ഷത്തിന്റെ പുത്രി മാരീഷയായിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടോ സുതോസ്തു ദക്ഷോ, ദക്ഷൻ എന്ന് പറയുന്ന ഒരു സുതൻ പുത്രന് നിങ്ങൾക്കുണ്ടാവും. നനു തക്ഷണാച്ചമ പ്രയാസതേതി നികുതോ മുദൈവത. ആ ദക്ഷൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ പ്രാപിക്കും, എന്റെ സ്ഥലത്ത് തന്നെ നിങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവരെ ഓരോ വരങ്ങളും കൊടുത്ത് ഇങ്ങനെ അനുഗ്രഹിക്കുകയാണെന്നുള്ളതാ. ഈ മാരീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു മഹർഷിക്കും പ്ലമോച്ചന ദേവസ്ത്രീയിലും ഉണ്ടായതാണ് മാരീഷ. പിന്നെ ആ കുട്ടിയെ അവരവിടെ ഉപേക്ഷിച്ചിട്ട് വനത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സമയത്ത് വൃക്ഷങ്ങൾ ആ കുട്ടിയെ എടുത്ത് വളർത്തുന്നു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുമാരിയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഇവരാണ്, പ്രജേതസ്സുകൾ. ഭഗവാൻ തന്നെ പറഞ്ഞു, മാരീഷ എന്ന യുവതിയെ നിങ്ങൾ കല്യാണം കഴിച്ച് ദശലക്ഷ വത്സരം സന്തോഷത്തോടുകൂടി നിങ്ങൾ ജീവിക്കും. എന്നിട്ട് ദക്ഷൻ എന്ന് പറയുന്ന ഒരു പുത്രനുണ്ടായി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അന്നേരം, പ്രയാസതേതി നിങ്ങതോ മുദൈവതാൻ, ഉടൻ തന്നെ നിങ്ങൾ എന്നെ പ്രാപിക്കും എന്നിങ്ങനെ സന്തോഷത്തോടുകൂടി ഭഗവാന് അരുളി ചെയ്തു. അവർക്ക് വരദാനം കൊടുത്തു എന്നുള്ളതാണ്. ഒക്കെ അവരൊന്നും ചോദിച്ചില്ല കേട്ടോ, ഒന്നും ചോദിക്കാതെ തന്നെ ഭഗവാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. നമുക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന്റെ പാദം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ നമുക്ക് എല്ലാം തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളങ്ങോട്ട് എപ്പോഴും ഉണ്ടല്ലോ, ഭയഭക്തി ആവരുത് കേട്ടോ. ഭയഭക്തി വേണ്ട, പ്രേമഭക്തി മതി. എന്റെ കണ്ണന എന്റെ കുറുരമ്മ എങ്ങനെയാ പറഞ്ഞിരുന്നത്, എന്റെ കണ്ണാ എന്റെ കണ്ണാ എന്റെ കണ്ണ. വില്ലമംഗല സ്വാമിയാർക്ക് എങ്ങനെയായിരുന്നു, എന്റെ കണ്ണനായിരുന്നു. അങ്ങനെ ആ പ്രേമഭക്തിയാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കിപ്പം നാട്ടിലൊക്കെ എങ്ങനെയാ ഭയഭക്തിയാ. ഭയഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ നമ്മൾ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകളാ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ആ അമ്പലത്തിനകത്ത് അങ്ങനെ ആ ഒരു പക്ഷെ ഗുരുവായൂർ ആ ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണനാണ് ഗുരുവായൂരുള്ളത് അല്ലേ. ആ ഒരു നമുക്ക് പ്രേമഭക്തിയിൽ ഭഗവാനെ നമുക്ക് എപ്പോഴും വിളിക്കാം. ആ പ്രേമഭക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളിൽ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും അനുഗ്രഹിക്കാതെ എവിടെ പോകാനും എങ്ങും പോകാൻ പറ്റത്തില്ല കണ്ണന്. നമ്മളൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അതെല്ലാം തന്നിരിക്കും. അതുകൊണ്ട് നമ്മളും പ്രേമഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രജേതസ്സുകൾക്ക് ചോദിച്ചില്ലേലും എല്ലാ വരദാനവും കൊടുക്കുന്നുള്ളത് അതുകൊണ്ട് നമുക്കും തന്നോളും. തരച്ചതേ ഭൂതലരോദിനസ്തുരോ കൃതാദഗന്തോ ദുർഗുണേന വാരിത ൃമൈച്ചതനയാമവാപ്യതാന്തുദുക്തകാലസുഗനോ വിരേമിരേ. തരച്ചതേ ഭൂതലരോദിനസ്തുരോ കൃതാദഗന്തോ ദുർഗുണേന വാരിതാഃ ൃമൈച്ചതനയാമവാപ്യതാന്തുദുക്തകാലസുഗനോ വിരേമിരേ. തദച്ചതേ ഭൂതലരോദിനസ്തുരോ കൃതാദഗന്തോ ദുർഗുണേന വാരിതാഃ ൃമൈച്ചതനയാമവാപ്യതാ തുദുക്തകാലസുഗനോ വിരേമിരേ. തുദുക്തകാലസുഗനോ വിരേമിരേ. വായിക്കാമോ? ഹരേ കൃഷ്ണ. തദച്ചതേ ഭൂതലേ രോദിനസ്തുരൻ ക്രൂതാദഹന്തോ ദൃഹിണേന പാരിതാഃ ദ്രുമജ്ജദത്താം തനയാമവാപ്യതാം തോദുക്തകാലം സുഖിനോ അഭിരേമിരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. തദച്ചതേ ഭൂതല രോദിനസ്തരൂൻ കൃതാദഗന്തോ ദ്രുഗുണേന വാരിത ദ്രുമൈച്ചദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. വെരി ഗുഡ്. വസന്ത
ഇനി അടുത്ത ആള് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഒന്നാം ശ്ലോകമാണ്. തദശ്ചതേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദൃഹിണേന വാരിദാഹ തുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഒരു പ്രഭുജോട് വായിക്കും. ഹരേ കൃഷ്ണ മാതാജി. തതശ്ചതേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദൃഹിണേന വാരിദാ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഭഗവാൻ അങ്ങനെ അവർക്ക് വരദാനം കൊടുത്തിട്ട് ഭഗവാൻ മറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പ്രജേതസ്സുകൾ വെള്ളത്തിൽ നിന്നിട്ട് കരയ്ക്ക് വന്നു. കരയിൽ വന്നപ്പോഴാണ് നോക്കുന്ന സമയത്ത് ഈ ഭൂമി ഒന്നും സംരക്ഷിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ. എന്താ പ്രാചീന ബർഗസ്വത്വം മോശം കിട്ടിപ്പോയി കഴിഞ്ഞു. പിന്നെ ഈ ഭൂമി സംരക്ഷിക്കാൻ ആളില്ലാന്നിട്ട് ഫുൾ കാടായി കഴിഞ്ഞു എന്നുള്ളതാ. കാടായി കഴിഞ്ഞ സമയത്ത് ഇവർക്ക് ഈ പ്രജേതസ്സുകൾ എന്ത് ചെയ്തു? ഈ കാടിനെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തീയിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് അത് തടഞ്ഞിട്ട് മരങ്ങളുടെ വൃക്ഷങ്ങളുടെ പുത്രിയായിട്ടുള്ള മരീഷെ അവർക്ക് വിവാഹം കൊടുത്തു. തരച്ചതേ ഭൂതല രോദിന തരൂൻ. എന്നിട്ട് എന്താ ചെയ്തേ? പ്രജേതസ്സുകള് ഭൂമണ്ഡലം മുഴുവന് കൃതാദഹന്തോ ദ്രുഗുണേന വാരിതായി. ഭൂമണ്ഡലം മുഴുവന് നോക്കാനും കാണാനും ആളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമണ്ഡലം മുഴുവനും ആണെന്നുണ്ടെങ്കിൽ കാട് കയറില്ലേ? അങ്ങനെ കാട് കയറി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പ്രജേതസ്സുകൾക്ക് ക്രോധം വന്നിട്ട് എന്ത് ചെയ്തു? അവരാ കാടിനെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി. ദ്രുമയിച്ച ദത്താൻ തനയാമവാപ്യതാൻ ദുരുക്ത കാല സുഖിനോവിരേമിരെ. അങ്ങനെ ആ സമയത്ത് ആര് വന്നു? ബ്രഹ്മാവ് വന്ന് അവര് തടഞ്ഞിട്ട് മനുഷ്യ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അവര് ദുരുക്ത കാല സുഖിനോവിരേമിരെ. ബാക്കിയുള്ള കാലം എത്രയാ 10,000 സംവത്സരക്കാലം, 10 ലക്ഷം സംവത്സരക്കാരെ അവരാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് ജീവിച്ചു. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് അപാപ്യദേശം ജസുതംകൃതാത്വരാ പ്രജേതസോ നാരദലപ്തയാദിയാ അവാപുരാനന്ദപദം തദാവിദാ സ്വമീശവാദാലയനാദ പാഹിമാ. അവാപ്യദേശം ജസുതം കൃതാധ്വരാഃ പ്രജേതസോ നാരദലപ്തയാദിയാ അവാപുരാനന്ദപദം തദാവിദാ സ്വമീശവാദാലയനാദ പാഹിമാ. അവാപ്യ ദശം ച സുതം കൃതാധ്വരാഃ പ്രജേതസോ നാരദലപ്തയാദിയാ അവാപ്യ പുരാനന്ദ പദം തദാവിദ ത്വമീശ വാദാലയനാദ പാഹിമാ. അവാപ്യ ദശം ച സുതം കൃതാധ്വരാഃ പ്രജേതസോ നാരദലപ്തയാദിയാ അവാപുരാനന്ദ പദം തദാവിദ ത്വമീശ വാദാലയനാദ പാഹിമാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അപാപ്യദക്ഷം ച സുതം കൃതാതരാഃ പ്രജേതസ്സോ നാരദലപ്തയാദിയാം അപാപുരാനന്ദ പദം തദാവിദാഃ തമീശവാദാലയനാദ പാഹിമാം. സർവത്ര നാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപാപ്യദഷ്ടം ച സുതം കൃതാത്വരാ പ്രജേതസോ നാരദലപ്തയാദിയാ അപാപുരാനന്ദ പദം തദാവിദാ ത്വമീശവാദാലയനാദ പാഹിമാം. ഹരേ കൃഷ്ണ മാതാജി. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അവാപ്യദക്ഷാജ സുതം കൃതാധ്വരാ പ്രജേതസോ നാരദലബ്ധയാദിയാ അവാപുരാനന്ദപദം തദാവിദ ത്വമീശവാദാലയനാദ പാഹിമാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ. അവാപ്യദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാ അവാപുരാനന്ദപദം തഥാവിദ ത്വമീശവാദാലയനാദ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരെങ്കിലും ഉണ്ടോ വായിക്കാനെ കൊണ്ടുള്ളത്? ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അവാപ്യദക്ഷം ച സുതം കൃതാധരാ
പ്രജാതസോ നാരദലബ്ധയാദിയ അവാപ്യുരാനന്ദപദം തഥാവിധ സ്വതിമേശവാദാലയ നാഥ പാഹി മാം. ഹരേ കൃഷ്ണ. ഓ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അംബിക ആരേലും വായിക്കണമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സുതം കൃതാത്മന പ്രചേതസ്സോ നാരദ ലബ്ധയാം ദിയ അവാപുരാനന്ദ പദം തഥാവിധ ത്വമീശവാദാലയ നാഥ പാഹി മാം. സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അവാപ്യദക്ഷം ച സുതം കൃതാധര പ്രചേതസോ നാരദ ലബ്ധയാദിയ അവാപുരാം നന്ദപദം തഥാവിധ ത്വമീശവാദാലയ നാഥ പാഹി മാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പേരെന്ന് പറയൂ. പേര് പറയൂ. വിജയകുമാരി മാതാജി. വിജയകുമാരി, കൊല്ലം. അതെ അതെ. വായിച്ചോളൂ. സുതം കൃതാന്ധര പ്രചേതസോ നാരദാലബ്ധയാദിയ ആവാപുരാനന്ദപദം തഥാവിധ ത്വമീശവാദാലയ നാഥ പാഹി മാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പേരെന്ന് പറയൂ. ശ്രീജ. ശ്രീജ. നമുക്ക് എല്ലാരും എത്ര നല്ലതായിട്ട് വായിക്കുന്നുണ്ട്. ആരും മടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ വായിച്ചോണ്ടേയിരിക്കണം. നമുക്ക് നല്ല രസമായിട്ട് എല്ലാരും വായിക്കുന്നുണ്ട്. നമുക്ക് ഈ കട്ടി സംസ്കൃതം, ഈ നാരായണി നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടല്ലോ. നമുക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളപ്പോഴാണ് ഈ പുസ്തകം പോലും കൈകൊണ്ട് തൊടാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുസ്തകം പോലും കൈകൊണ്ട് തൊടാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അതുപോലെ ഇത്ര കട്ടി സംസ്കൃതത്തിന്റെ വേർഡുകളൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെ കിട്ടാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം, ജ്ഞാനം ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും എനിക്ക് എങ്ങനെ വായിക്കാൻ പറ്റും, എനിക്ക് വായിക്കാനൊന്നും പറ്റില്ല, അങ്ങനെയുള്ള ഒരു ചിന്തയെ വെക്കണ്ട കേട്ടോ. എല്ലാവർക്കും നല്ലതുപോലെ വായിക്കാൻ പറ്റും. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ മുന്നോട്ടും അതേപോലെ പ്രയത്നിക്കണം. അവാപ്യദേശം സുതം കൃതാധര. അവസാനം മാരീഷയെ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്തു? അല്ല അവരുടെ ലാസ്റ്റില് ദശൻ എന്ന് പറയുന്ന, നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ദശൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പുത്രനെ ഏൽപ്പിക്കണം അമ്മയുടെ ചുമതല. എപ്പോഴും ഓർത്തോണം. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസി, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്താകുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കാൻ വരും ആൾക്കാർ. എന്നാൽ തന്നെ അന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയാണ്. അവർക്ക് ബാല്യത്തില് തന്റെ പിതാവിന്റെ സംരക്ഷണം വേണം, യൗവനത്തില് ഭർത്താവിന്റെ സംരക്ഷണം, വാർദ്ധക്യത്തിൽ ആരുടെ സംരക്ഷണമാണ്? പുത്രന്റെ സംരക്ഷണത്തിൽ അവര് നിർത്തണം. ചഞ്ചലകളാണ് സ്ത്രീകളിൽ നിന്ന്. അതുകൊണ്ടല്ല അവർക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ അങ്ങനെ പറ്റാൻ പറ്റും. അവരുടെ സ്വഭാവമേ അങ്ങനെയാണ്, ചഞ്ചലതയാണ്. അതുകൊണ്ടാണ് ഈ ഓരോരുത്തരുടെയും പ്രൊട്ടക്ഷനിൽ അവരെ ഓരോരോ സ്റ്റേജുകളിൽ നിർത്തുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷൻ എന്ന് പറയുന്ന ഒരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? മരീഷയെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ പുത്രനെ ഏൽപ്പിച്ചിട്ട് അവരെല്ലാവരും പിന്നെ നാരദര് വന്നിട്ട് അവർക്ക് ആത്മജ്ഞാനം പറഞ്ഞു കൊടുത്തു അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക് സന്തോഷം തിരിച്ചു പോയി എന്നുള്ളതാണ്. അവാപ്യ ദശം സുതം കൃതാധ്വര. ലാസ്റ്റില് എന്താ പ്രജേതസ്സുകൾക്ക് ദശൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായി. പ്രജേതസ്സു നാരദ ലബ്ധയാദിജ. നാരദര് വന്നിട്ട് എന്ത് ചെയ്തു? വിജ്ഞാനം കൊടുത്തു, വിജ്ഞാനം കൊടുത്തു. യാഗങ്ങൾ ചെയ്യിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മോശപ്രാപ്തിയിലേക്ക് നാരദര് അവരെ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അവാപുരാനന്ദ പദം തഥാവിധ. അവാപുരാനന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാനന്ദം കിട്ടി. എവിടെയാ? മോശത്തിലെ പരമാനന്ദം ഉള്ളൂ. അന്നേരം നാരദർ അവർക്ക് വേണ്ടുന്ന ജ്ഞാനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ത്വമീശ പാതാലയ നാരപാവിമ. അങ്ങനെ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പ എന്താ ചെയ്യേണ്ടത്? എന്നെയും കൂടി രക്ഷിക്കണേ. ആരാ പറയുന്നത്? നമ്മളും പറയണം. ഇവിടെ ആരാ പറയുന്നത്? പട്ടതിരിപ്പാടും പറയുന്നുണ്ട്. അവാപ്യദേശം ച സുതം കൃതാധ്വര. ലാസ്റ്റിലേക്ക് ദശൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായി. പ്രജേതസ്സോ നാരദ ലബ്ധയാദിയ. പ്രജേതസ്സുകള് നാരദനാലെ കൊടുത്തപ്പെട്ട വിജ്ഞാനത്താല് അവരെന്ത് ചെയ്തു? അവാപ്യ പുരാനന്ദ പദം, അവർക്ക് പരമാനന്ദ പദം കിട്ടി എന്നുള്ള എന്നിട്ടാണ് മോശപ്രാപ്തി. ഭഗവാന്റെ താമിലേക്ക് അവർ തിരിച്ചു പോകുന്നു. തഥാവിധ ത്വമീശ പാതാലയ നാഥ പറയുന്നു.
ഭഗവാനെ അങ്ങനെ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുന്നു. അന്നേരം എന്ത് ചെയ്യണം? എന്നെ കൂടി അനുഗ്രഹിക്കണേ വാതാലയനാഥ എന്നുള്ള പ്രാർത്ഥനയാണ് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ എപ്പോഴും അങ്ങയുടെ ആ തൃക്കടാക്ഷം ഞങ്ങളിൽ ഉണ്ടാവണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെക്കണം. വിജയദശമി നോക്കി ഭഗവാനോട് ഒന്നും ആഗ്രഹിച്ചില്ല. ഒന്നും അവർക്ക് ഇത്രയുള്ള ഒരു പർപ്പസേ ഉള്ളായിരുന്നു. എന്താണ്? അച്ഛൻ അവരെ നിയോഗിച്ചു. എന്തിനു വേണ്ടിയിട്ട്? തപസ്സിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരങ്ങനെ തപസ്സിന് വേണ്ടിയിട്ട് പോകുന്നു. തപസ്സിന് വേണ്ടിയിട്ട് പോയപ്പോ നോക്കി അവിടെ ഭഗവാന്റെ ഭക്തൻ തന്നെ അവിടെ വന്നിരിക്കുന്നതെന്നുള്ളത് ആരാണ്? വൈഷ്ണവാന ശംഭു. ആ ശംഭു വന്നിട്ട് സ്വയം ആ ഭക്തരെ വിളിച്ചു എന്നുള്ളത്. വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? അവർക്ക് സ്ഥലവും കാണിച്ചു കൊടുത്തു. ഇതാണ് നിങ്ങൾക്ക് ഇരിക്കാനുള്ളത്, തപസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? രുദ്രഗീതവും അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. എല്ലാവരും വിചാരിക്കുന്ന രുദ്രഗീതം ശിവന്റേതാ, പക്ഷെ അല്ല. രുദ്ര ഭഗവാന് സാക്ഷാൽ വൈകുണ്ഠനാഥനെ സ്തുതിക്കുന്ന, സാക്ഷാൽ കൃഷ്ണനെ സ്തുതിക്കുന്നതാണ് ആ 47 ശ്ലോകങ്ങളുള്ള രുദ്രഗീത. ആ രുദ്രഗീതം പറഞ്ഞു കൊടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് കടലിനടിയില് പൊയ്കയില് വെള്ളത്തിനടിയില് പര്യരസുകൾ തപസ് ചെയ്യുന്നു. തപസ് ചെയ്തിട്ട് അവര് എന്താ 10,000 സംവത്സര കാലം അവർ തപസ് ചെയ്യുന്നത്. തപസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ അവർക്ക് മോശം വേണമെന്നോ അല്ലെങ്കിൽ അവർക്ക് ഭഗവാനെ കാണണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. അവര് അത്രയ്ക്കും ആനന്ദത്തിലായിരുന്നു ആ തപസ്സിൽ മുഴുകിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ഭഗവാൻ സ്വയം അവരുടെ അടുത്ത് വന്നു. അഷ്ടഭുജങ്കനായിട്ട്, ഞാൻ ഇതിന്റെ സമ്മറിയാണ് പറയുന്നത്. അഷ്ടഭുജങ്കനായിട്ട് ഭഗവാൻ സ്വയം അവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരദാനം കൊടുക്കുക. നിങ്ങളുടെ ഈ നാമം നാമം ഓർക്കുന്നത് പോലും ജനങ്ങൾക്ക് എന്താവണം? ശ്രേയസ്സകരമായി തീരട്ടെ എന്ന് പറയുന്നു. അതുപോലെ രുദ്രഗീതവും ആര് പഠിക്കുന്നുണ്ടോ, ആര് സ്തുതിക്കുന്നുണ്ടോ അവർക്കും അതുകൊണ്ട് അവരുടെ ജീവിതം ശ്രേയസ്സകരമാവട്ടെ. അത് മാത്രമല്ല അവർക്ക് പിന്നെയും പറഞ്ഞു കൊടുത്തു, നിങ്ങള് മാരീഷ എന്ന് പറയുന്ന വൃഷത്തിന്റെ പുത്രിയുണ്ട്, അവരെ വിവാഹം കഴിച്ചിട്ട് എത്ര 10,000 ദശലക്ഷ സംവത്സരം എന്ന് പറഞ്ഞു. ദശലക്ഷ സംവത്സരം നിങ്ങൾ സുഖമായി ജീവിക്കും. അവസാനം നിങ്ങൾക്ക് ദശരൻ എന്നൊരു പുത്രൻ ഉണ്ടാവും. ആ പുത്രൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് വേണം? ഉടനെ മോശപ്രാപ്തിയിലേക്കുള്ള മാർഗം തേടണം. അതുകൊണ്ട് അങ്ങനെ അവർക്ക് വരദാനം കൊടുത്തു. വരദാനം കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ അവരിവിടെ വരുന്ന സമയത്ത് ഭൂമി മൊത്തം കാടിലാൽ നിറഞ്ഞു കഴിഞ്ഞു. എന്നാ കാട്ടിലാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ അവര് വൃക്ഷങ്ങളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയപ്പോ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മാരീഷയെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ അവർ സന്തോഷമായിട്ട് ദശലക്ഷ വത്സരം ജീവിക്കുന്നു. അവസാനം അവർക്ക് ദശരഥൻ എന്നൊരു പുത്രൻ ഉണ്ടാകുന്ന സമയത്ത് അമ്മേ മാരീഷയാണെന്നുണ്ടെങ്കിൽ ഭാര്യയെ ആ പുത്രനെ ഏൽപ്പിച്ചതിന് ശേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നാരദർ ഉടനെ അവിടെ വരുന്നു. എല്ലാ സമയത്തും നോക്കെ ഗുരു, നാരദർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗുരുവാണ് ഈ പറയുന്നത്. ധ്രുവന് വേണ്ടിയിട്ട്, പ്രഹ്ലാദന് വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ ഋതു, എല്ലാ ആൾക്കാർക്കും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരദനാണ് വന്നിട്ട് അവസാനം ഉപദേശം കൊടുക്കുന്നത്. ആ നാരദർ ഇവിടെ വരുന്നു. നാരദർ വന്നിട്ട് പ്രജേതസ്സുകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുത്തിട്ട് അവരെ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നു. അങ്ങനെ ഒരു സന്തോഷം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ, ഈ ദശകത്തിൽ തന്നിരിക്കുന്ന പ്രജേതസ്സുകളുടെ കഥ. അതുകൊണ്ട് ഈ സാധാരണ അധികം ആൾക്കാർക്കാർക്കും ഇത് അറിയാത്ത ഒരു കഥയാണ്. പക്ഷെ ഏറ്റവും മോശപ്രാപ്തിക്ക് വേണ്ടുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭഗവാൻ സ്വയം പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, പ്രജേതസ്സുകളുടെ ആ നാമം ഓർക്കുന്നത് പോലും ജനങ്ങൾക്ക് ശ്രേയസ്കരം ഭഗവാൻ സ്വയം പറഞ്ഞെന്നുള്ളതാണ്. അത് അനുഗ്രഹിക്കുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പ്രജേതസ്സുകളുടെ കഥയിൽ തന്നെ നമുക്ക് ശ്രേയസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ആ ശ്രേയസ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കിട്ടാതെ ഇവിടെ പോകാനൊക്കെ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് പന്നൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊരു നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് വേണം. കാരണം മൃഗമോഷം എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പഠിക്കാനുണ്ട്. ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ചക്രവർത്തിയായിരുന്നു, ഏറ്റവും ദാനശീലനും അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ആ എണ്ണാൻ പറ്റാത്തത് പശുക്കളെ ഗോധാരന്മാരെന്ന് അദ്ദേഹം കൂടുതൽ ചെയ്യുന്നത്. ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണന് ഒരു പശുവിനെ കൊടുത്തു. പക്ഷെ ആ പശു എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ തൊഴുത്തിൽ നിന്നിട്ട് നേരെ രാജാവിന്റെ തൊഴുത്തിൽ വന്നിട്ട് ആ തൊഴുത്തിൽ അവര് കയറി നിന്നു. പക്ഷെ പിറ്റേ ദിവസം വേറൊരു ബ്രാഹ്മണന് ആ പശുവിനെ തന്നെ ദാനം ചെയ്യും. പശുവിനെ ദാനം ചെയ്തു കഴിഞ്ഞു. പശുവിനെയും കോഴിയും കൊണ്ട് ഈ ബ്രാഹ്മണൻ പോകുന്ന സമയത്ത് ഈ പശുവിനെ ആദ്യം കിട്ടിയ ബ്രാഹ്മണൻ ഇതിനെ തേടി വരുന്നു. തേടി വരുന്നുണ്ടപ്പോ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഉടനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഞങ്ങൾ ഈ വാക്ക് തർക്കമായി. ഉടനെ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് രാജാവ് തന്നെ തന്നതാണെന്ന് പറയുന്നു.
ആ അങ്ങനെ പറഞ്ഞ് രാജാകൊട്ടാരത്തിൽ ചെല്ലുന്ന സമയത്ത് രാജാവിന് ആദ്യം ഒന്നും മനസ്സിലായില്ലായിരുന്നല്ലോ. പക്ഷെ പിന്നെ മനസ്സിലായി, എനിക്ക് മിസ്റ്റേക്ക് പറ്റി, ഞാൻ ദാനം ചെയ്ത അതിനെ തന്നെയാണ് പിന്നെ അടുത്ത ബ്രാഹ്മണനും കൊടുക്കുന്നത്. പക്ഷെ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ രാജ്യം വേണമെങ്കിലും ഞാൻ തരാം, പക്ഷെ നിങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ബ്രാഹ്മണര് പറഞ്ഞു, നിന്റെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അവർ ശവിക്കുക ഈ നൃഗനെ എന്നുള്ളത് ചക്രവർത്തി ശവിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നീ ഒരു ഓന്തായി പോകട്ടെ എന്നുള്ള ശാപമാ കൊടുക്കുന്നത്. നോക്കുപോലും അതാ പറയുന്നത്, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ അത് വളരെ ശ്രദ്ധയോടും വളരെ ഭക്തിയോടും കൂടി ചെയ്യണം എന്നുള്ളതാണ്. ഈ നെടുകൻ അവസാനം എന്താ പക്ഷെ ശാപമോക്ഷം കൊടുത്തു. ദ്വാപര യുഗത്തില് ഭഗവാൻ സ്വയം വന്ന് നിന്നെ സ്പർശിക്കും. ആ സ്പർശിക്കുന്ന സമയം നീ പൂർവ ശരീരം നിനക്ക് കിട്ടും. നീ വളരെ സൗഭാഗ്യവനായിട്ട് ഭഗവാന്റെ കാമത്തിലേക്ക് തിരിച്ചു പോകുന്നുള്ള ആ ഒരു അനുഗ്രഹവും കൂടി കൊടുക്കുന്നു എന്നുള്ളത്. അങ്ങനെ മൃഗചക്രവർത്തി എന്താ ദ്വാരകയില് അടുത്ത് അവിടെ ഒരു കുളത്തിൽ ഇങ്ങനെ വലിയ ഒരു ഓന്തായിട്ട് കിടക്കുക എന്നുള്ളതാണ്. ആ ഓന്തായിട്ട് കിടക്കുന്നു എത്രയോ സംവത്സരം അത് ഇങ്ങനെ ഭഗവാന്റെ ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, എപ്പോഴും എങ്ങനെയാ, എപ്പം കൃഷ്ണൻ വരും, എപ്പം കൃഷ്ണൻ വരും, എപ്പം കൃഷ്ണൻ വരും, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആ വീട്ടില്. എന്താന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ മക്കളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോള് കളിച്ച് ആ കിണറ്റില് അവരുടെ പന്ത് വീഴുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവർ നോക്കുന്ന സമയം വലിയൊരു ഓന്ത അതിനകത്ത് കിടക്കുന്നു. ഉടനെ ഭഗവാനെ വിളിച്ചു. ഭഗവാനെ തന്റെ കരം എന്തായില്ല, ഭഗവാനെല്ലാം അറിയാമല്ലോ, ആ ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് ആണെന്നുള്ള രീതിയിൽ തന്റെ കരം നീട്ടിയിട്ട് ആ കിണറ്റില് ആദ്യം മൃഗനെ നിന്ന് തൊട്ടു. മൃഗനാണെന്നുണ്ടെങ്കിൽ പൂർവാധികം സുന്ദരനായിട്ട് ഭഗവാന്റെ ആ കരസ്പർശനത്തോടുകൂടി മോശം കിട്ടി എന്നുള്ളതാ. നോക്കൂ, ആ മൃഗന് അല്ലാന്നുണ്ടെങ്കിൽ ഭഗവത് സാന്നിധ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ദർശനമോ കിട്ടില്ല. മൃഗന് ഇങ്ങനെ ഒരു കാര്യം വന്നത് കൊണ്ട് എന്തായി, ഭഗവാന്റെ ദർശനം കിട്ടിയെന്നുള്ളതാ. ഭഗവാന്റെ ആ ദർശനത്തോടുകൂടി മൃഗന്റെ എല്ലാവിധ പാപങ്ങളും തീർന്നു, ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തോണം, നമുക്ക് എന്ത് പന്നൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊരു നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും അത്, ഭഗവാന്റെ ഒരു ലീലയായിരിക്കും ഇത്. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരേ ഒരു എത്രയായാലും തൊഴുതിട്ടും കൊതിതീരുന്നില്ലല്ലോ. ഭഗവാനെ നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കൊതി തീരുന്നില്ല. പക്ഷെ സമയം ആർക്കും വേണ്ടി കാത്തിരിക്കത്തില്ല, സമയം പൊക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ തൃപാദത്തില് ഈ നാരായണ ക്ലാസ് ഞാൻ സമർപ്പിക്കുന്നു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത തിങ്കളാഴ്ച നമുക്ക് പിന്നെ കാണാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അത്രയും സമയം വായിക്കണം. ഇത്രയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം വായിച്ച് നല്ലതുപോലെ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഫോണിൽ കൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ യാതൊരു സങ്കോചവും വെക്കേണ്ട. എൻ്റെ നമ്പർ എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.